ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യം തന്നെ ഒരു ലൈക്കും ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഒരു മത്തം കൊണ്ടൊരു പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ലൊരു പഴുത്ത മത്തം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനത് എടുത്തിട്ടുന്നൊരു പായസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പഴുത്ത മത്തം വേണം കേട്ടോ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ മത്തനൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഇതൊക്കെ കളഞ്ഞ് അതൊക്കെ നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ മുറ്റത്തൊക്കെ. എന്നും ഇന്നലെയും കുറേ ദിവസമായാലും ഇപ്പോൾ കാറ്റ് തുടങ്ങിയിട്ട് ഇന്നൊക്കെ നല്ല കാറ്റാണ് ഇവിടെ. അപ്പം ഞാനിതാ മത്തനൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മത്തനൊക്കെ കഷ്ണം വെട്ടി തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ച് ഗ്യാസുമ്മക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 3 വിസിൽ അടിച്ചത് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഞാൻ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി ഒന്ന് ഉരുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസുമ്മക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്കൂളൊന്നുമില്ലാതെ മക്കൾ വീട്ടിലിരിക്കുന്ന സമയമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ 4 മണിയാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി വിരകി ഉണ്ടാക്കിയാലേ എന്തുണ്ടാക്കിയാലും അതൊക്കെ ചിലവാകുമല്ലോ. അപ്പോൾ പിന്നെ മത്തൻ ഏതായാലും വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം മുന്നേ ശർക്കര മത്തൻ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അതന്നെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ പിന്നെ ശർക്കരയൊക്കെ ഉരുക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കറൊക്കെ 3 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മാങ്ങി വെച്ചിരുന്നു. ഇപ്പോൾ അത് ആവിയൊക്കെ പോയപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കുത്തി ഉടച്ചെടുക്കണം. നല്ലോണം കുത്തി ഉടക്കണം കേട്ടോ. കഷ്ണം ഉണ്ടാവാൻ പറ്റൂല. അപ്പോൾ നല്ലോണം കുത്തി ഉടച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ തേങ്ങാക്കൊത്തൊക്കെ ഇപ്പോൾ നല്ലോണം വറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കോരി എടുക്കുകയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉരുക്കാൻ വെച്ചിരുന്ന ശർക്കര കല്ല് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ മത്തനിക്ക് ഒഴിച്ച് കൊടുക്കണം. ശർക്കര പാനൊക്കെ മത്തനിക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് തിളക്കണം. തിളക്കുമ്പോൾ നമുക്കതിക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാലാണ് നല്ലത്. ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക തേങ്ങാപ്പാൽ ഒഴിച്ചാലാണ്. ഞാനിവിടെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനത് ഗ്യാസുമ്മക്ക് വെച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത് മത്തൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പിന് 2 കപ്പ് പാലാട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയാവും. അപ്പോൾ നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പായസം. അപ്പം ഞാനതിക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പായസം മത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.